24 തന്നെ കൊണ്ടുവന്നൊരു വാർത്തയായിരുന്നു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണം. ഈ ആത്മഹത്യയിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയെന്ന വാർത്ത വരുന്നു. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിന് മുമ്പ് കൃത്യമായൊരു ഗൂഢാലോചന നടന്നുവെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിഗമനം നടത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ ഒരു സംഘം വിദ്യാർത്ഥികളെന്നും എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മാതാവ് ഷീബ 24നോട് പറഞ്ഞു. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്, അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മളെ സഹിക്കുമ്പോൾ ആർക്കും ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കയ്യിൽ ആരെ കയ്യിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കും? ഒന്ന് സംഭവിച്ചു, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പോലും അവർക്ക് അറിയില്ലെന്ന് വെച്ചാൽ ഉപദ്രവിച്ചവരെ മാത്രമല്ല, ഇതിനെ ഏതൊക്കെ രീതിയിൽ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിനു വേണ്ടിയാണ് ഇനിയുള്ള പ്രവർത്തനം. അവനെ പോലെ ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂടാ. കണ്ണുനീരിനാണ് ഈ നരാധവന്മാർ വഴിവെച്ചത്. ഇനി ഈ അമ്മയ്ക്ക് ജീവിതത്തിൽ എന്താണ് പ്രതീക്ഷ? നമ്മൾ ആലോചിക്കണം. ഒരു അക്രമം നടത്തുമ്പോൾ ഒരുവൻ്റെ ജീവൻ ഇല്ലാതെയാകുമ്പോൾ എത്ര കുടുംബങ്ങൾ വഴിയാധാരമാകും എന്ന കാര്യം. MG പ്രതീഷ് അമ്മയുടെ പ്രതികരണം റെക്കോർഡ് ചെയ്തു. പ്രതീഷിലേക്ക് നമ്മൾ പോകുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അരുൺ പാറയ്ക്കൽ, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഈ നിയമപരമായ പോരാട്ടത്തിന് ഈ അമ്മ റെഡിയായി കഴിഞ്ഞു. ഇനിയുള്ള കാലം അതിനായി മാറ്റിവെക്കുമെന്ന് അമ്മ തറപ്പിച്ച് പറയുന്നു. ഒരുപക്ഷെ ഈ അമ്മയുടെ കണ്ണുനീരായി മാറിയ ഈ മകൻ്റെ ആത്മഹത്യ, അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് അമ്മ നമ്മോട് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് SKN. ഈ സിദ്ധാർത്ഥിന്റെ മാതാവ് ഷീബ പറഞ്ഞത്, ഈ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രതികൾ മാത്രമല്ല ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒരു സംഘം ആളുകൾ തന്നെ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനും മരണത്തിലേക്ക് തള്ളിവിടാനും കാരണമായി എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഇതിന് കാരണമായി വീട്ടുകാർ തന്നെ പറയുന്നത്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് ഒരാൾ പോലും നടന്നത് എന്താണ് എന്ന് വിശദീകരിക്കാൻ ഈ കുടുംബത്തോട് തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ കോളേജിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കോളേജ് അധികൃതരുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ വലിയ നിസ്സംഗതയാണ് ഈ വിഷയത്തിൽ പുലർത്തിയത്. തന്റെ മകന് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് ഒരാളും ഈ മാതാപിതാക്കളോട് ഉത്തരം നൽകിയില്ല. മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ, സിദ്ധാർത്ഥിനോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ മർദ്ദനത്തിൽ പങ്കാളികളായി എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. കാരണം അവർക്ക് അടുത്തറിയാവുന്ന ആ വീട്ടിൽ സിദ്ധാർത്ഥിനോടൊപ്പം വന്ന സുഹൃത്തുക്കളോടുൾപ്പെടെ ഈ മാതാപിതാക്കൾ ഈ വിഷയം തിരക്കിയിരുന്നു. പക്ഷേ അവരാരും തന്നെ ഈ മാതാപിതാക്കളോട് നടന്ന കാര്യമോ സത്യമോ ഒന്നും തന്നെ പറയാൻ തയ്യാറായില്ല. അങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് കുടുംബത്തിന് മനസ്സിലാവുകയും അത് നമ്മോട് ഈ മാതാപിതാക്കൾ പ്രതികരിക്കുകയും ചെയ്തത്. പിന്നീടാണ് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം കുടുംബം പരാതി നൽകിയത്. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ കൃത്യമായി പരിശോധിച്ച ഡോക്ടർക്കുൾപ്പെടെ സംശയമുണ്ടായിരുന്നു. കാരണം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അന്ന് തന്നെ സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ 2 ദിവസം പഴക്കമുള്ള പാടുകൾ, പരിക്കുകൾ ഉണ്ട് എന്ന് 24 ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് സ്ഥിരീകരിക്കുന്ന വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും മനസ്സിലായത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ഓരോ വിവരങ്ങളുമാണ് പുറത്തു വന്നത്. കാരണം ഈ പരസ്യമായി സിദ്ധാർത്ഥിനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച ഈ സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് വിചാരണ ചെയ്യുകയായിരുന്നു. ക്രൂരമായി മാരകായുധങ്ങൾ ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു. അതിനുശേഷം ഈ സിദ്ധാർത്ഥിന് ആഹാരം പോലും നൽകാതെ അത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പക്ഷേ ഈ മരണത്തിന് ശേഷം സിദ്ധാർത്ഥിന്റെ ഈ ചില കൂട്ടുകാർ രഹസ്യമായി ഈ വിവരങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മരണത്തിൽ സംശയം തോന്നുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ കുടുംബം പോവുകയും ചെയ്തത്. പക്ഷേ ഈ കോളേജിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഈ സത്യം പറയുന്നതിന് വലിയ പേടിയുണ്ട്. കാരണം അത്രത്തോളം ഒരു ഭീഷണി ഈ മറ്റ് വിദ്യാർത്ഥികളടക്കം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമല്ല, ഈ കുറ്റം മറച്ചുവെച്ചവർ, ഒപ്പം ഇതിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നും അവർക്കെതിരെ നിയമ നടപടി വേണമെന്നതുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരുമെന്നും മാതാവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ വളരെ കാര്യക്ഷമമായാണ് അന്വേഷണം പോകുന്നത്. ഒപ്പം വലിയ തരത്തിലുള്ള ഒരു പിന്തുണ സമൂഹത്തിന്റെ പല ഭാഗത്ത് നിന്നും ഈ കുടുംബത്തിന് എത്തിയിട്ടുണ്ട്.
കേന്ദ്ര നേതാക്കൾ അടക്കം ഇന്നലെ ഈ കുടുംബത്തിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് സർക്കാരും നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ പ്രതിപട്ടിക വിപുലപ്പെടുകയാണ്. കൂടുതൽ പേർ പ്രതികളാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എസ്. ഓക്കെ, താങ്ക് യു എം ജെ പ്രതീഷ്. യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്തത് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് ആണെന്ന് അറിയുന്നു. 130ഓളം വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിലെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ് ഈ വിചാരണ നടന്നത്. അരുൺ ഭാർഗൽ, എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കോളേജിൽ നമ്മൾ എന്തായാലും ഈ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയിൽ ഉണ്ടായിട്ടുള്ള ദുരൂഹത മാറ്റാൻ 24 രംഗത്തുണ്ടാകും. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് കൊടുക്കുക. ഈ വിദ്യാർത്ഥികൾ ഈ കുറ്റവാളികളെ കുറിച്ച് കൂടുതൽ പറയാൻ മടിക്കുന്നു, അവർക്ക് അധൈര്യപ്പെടുന്നു, പേടിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പറഞ്ഞു. പ്രതീക്ഷ അത് രേഖപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ കോളേജിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? SKN ഗുരുതരമായ ആക്രമണം സിദ്ധാർത്ഥ ഈ കോളേജിൽ വെച്ച് നേരിട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി വൈകിട്ടോടു കൂടിയാണ് സിദ്ധാർത്ഥ് ഈ ആക്രമണം നേരിടുന്നത്. അത് ഒരു തവണ തുടർച്ചയായി 3 മണിക്കൂറിലേറെ ഈ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു. പുറകിലും നെഞ്ചിലും ചവിട്ടി ബെൽറ്റും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഈ സമയമൊക്കെ തന്നെ ഹോസ്റ്റലിലെ മറ്റു വിദ്യാർത്ഥികൾ, അതായത് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് നടക്കുന്നത് എന്തെന്ന് ഹോസ്റ്റലിന്റെ വെളിയിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പസിലെ മറ്റു ഭാഗങ്ങളിലേക്കോ കാണാനോ കേൾക്കാനോ സാധിക്കില്ല. ഈ സമയം മറ്റു വിദ്യാർത്ഥികൾ 130ഓളം വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ നോക്കി നിന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ അറസ്റ്റിലായ 6 പേരും പോലീസിന് നൽകിയ മൊഴിയും ഇതാണ്. എന്തായാലും ഈ പ്രതികളിൽ ഉൾപ്പെട്ട കെ അരുൺ, അത് കോളേജ് യൂണിയൻ പ്രസിഡന്റാണ്, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അഭിഷേക് എന്നിവർ ഈ കോളേജിൽ തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിലെ അംഗങ്ങളാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കാനും ഇത് പുറത്തു പറയാതിരിക്കുന്നതിനും വേണ്ടി ഇതിൽ മുഖ്യപ്രതിയായ സിൻജോ ജോൺസൺ, അതായത് 4-ാം വർഷ വിദ്യാർത്ഥിയാണ്, ഈ വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി എന്നതും മൊഴിയായി പുറത്തു വരുന്നു എന്നാണ് SKN. എന്തായാലും ഗുരുതരമായ ആക്രമണം ക്യാമ്പസിൽ സിദ്ധാർത്ഥ് നേരിട്ടിരിക്കുന്നു. തുടർച്ചയായി 3 ദിവസത്തോളം ഈ ആക്രമണം ഉണ്ടായി. അതായത് 16-ാം തീയതി വൈകിട്ട് ആക്രമണം ഉണ്ടാകുന്നു. 17-ാം തീയതി ഹോസ്റ്റൽ റൂമിൽ അടച്ചിട്ട് ഈ വിദ്യാർത്ഥിയെ നിരീക്ഷിക്കുന്നു. തുടർന്നാണ് 18-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിന് പോയ സമയത്താണ് ഈ ഒരു മരണം ഉണ്ടാകുന്നതെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഹോസ്റ്റലിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു വിദ്യാർത്ഥികളൊന്നും തന്നെ ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ പുറത്തു പറയാനോ തയ്യാറാകാതിരുന്നത്. പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ കോളേജ് അധികൃതർ പോലും, അതായത് പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഈ കാര്യങ്ങൾ മറച്ചുവെക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഒരു നിസ്സംഗഭാവം പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഇടപെട്ടാണ്, കൽപ്പറ്റ DYSP നേരിട്ട് ഇടപെട്ടാണ് ഈ റാഗിംഗ് നിരോധന നിയമപ്രകാരം ഈ കോളേജ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും കോളേജ് തയ്യാറായത് എന്നും പോലീസ് ഇന്നലെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. SKN ഈ ഗുരുതരമായ ആക്രമണം നേരിട്ടിരിക്കുന്നു. മാത്രമല്ല ഈ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, മറ്റു വിദ്യാർത്ഥികളെ കണ്ടുനിന്നും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരിക്കുന്നു. ഈ അക്രമകാരി അരുൺ പാറക്കൽ, എനിക്കൊരു സംശയം, ഈ അക്രമകാരികളായ വിദ്യാർത്ഥികളെ ഈ കോളേജ് മാനേജ്മെന്റിനും പേടിയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാര്യം DYSP ഇടപെട്ടാലേ ഈ റാഗിങ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് വരുന്നത് കേരളത്തിൽ സമാധാനപരമായ കോളേജുകൾ പ്രവർത്തിക്കാൻ കഴിയാതെ വരില്ലേ? SKN ഇതിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ വിദ്യാർത്ഥികൾ, അതായത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയമാണ് ഇവർക്ക്, അതായത് ഉന്നത ബന്ധങ്ങളുണ്ട്. ആ ഉന്നത ബന്ധങ്ങളാണ് ഈ അധ്യാപകർക്ക് പോലും പേടിയായി നിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അധ്യാപകർ പോലും ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ക്യാമ്പസിനകത്ത്, അതായത് വെറ്റിനറി സർവകലാശാലയിൽ മറ്റ് വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളോടോ ഈ വിഷയം പുറത്തു പറയാനോ ഒരാൾ പോലും തയ്യാറാവുന്നില്ല എന്നതാണ്. അവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, സിദ്ധാർത്ഥിന് ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നത് അവർ രഹസ്യമായി നമ്മോട് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ ആരും തയ്യാറാവുന്നില്ല. എല്ലാവരും വലിയ ഭീതിയിലാണ്, ഭയപ്പാടോടുകൂടിയാണ് ക്യാമ്പസിനകത്ത് കഴിയുന്നത് എന്നതാണ്. എന്തായാലും ഇപ്പോഴും തെളിവെടുപ്പും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാവുമെന്ന് പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രതിപട്ടിക പ്രകാരം 18 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 5 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ അറസ്റ്റിന് ഇന്ന് സാധ്യതയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഈ
വിഷയത്തിൽ അറസ്റ്റിലായ അഭിഷേക് SFIയുടെ കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ്. അതുപോലെ അരുൺകുമാർ കോളേജ് യൂണിയൻ്റെ പ്രസിഡന്റാണ്. ഏറ്റവും പരിഹാസമാകുന്ന കാര്യം ഈ രണ്ടുപേരും ആൻറ്റി റാഗിങ് സ്ക്വാഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളാണ് എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു റാഗിംഗ് ആണ്. ഈ റാഗിങ്ങിൻ്റെ അവസാനത്തെ ഇരയായി ഈ കുട്ടി സിദ്ധാർത്ഥ് മാറുകയായിരുന്നു. അവന് താങ്ങാൻ കഴിയാത്ത മർദ്ദനം കോളേജിൽ നിന്ന് ഏറ്റത് കൊണ്ടതാണ് അവൻ മനപ്രയാസം കൊണ്ട് ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അരുൺകുമാർ യൂണിറ്റ് സെക്രട്ടറിയാണ് എന്നും നമ്മൾ അറിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കൊന്ന് മാത്രം അറിയാം, യഥാർത്ഥത്തിൽ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ കുട്ടികളെ അയച്ചിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊക്കെ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. ഒരു കാലത്ത് റാഗിങ്ങിൽ നടുങ്ങിപ്പോയിരുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ. ഇന്നതിനൊക്കെ ഒരുതരം അറുതി വന്നിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയും അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഒരുപാട് കുട്ടികൾ അയാളെ ആൾക്കൂട്ട വിചാരണ നടത്തി ആക്രമിച്ചിരുന്നു എന്ന വാർത്ത വെളിയിൽ വരുന്നത്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ നിയമം അനുവദിച്ചുകൂടാ.